ആർട്ടിക്കിൾ 370 പിൻവലിക്കണം എന്ന് എന്തിനാണ് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ വേദിയിൽ അത്തരം സ്ലോഗൻസ് എന്തിനാണ് വരുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുവാക്കളെയും ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെയും ഷീൽഡാക്കി നിർത്തിക്കൊണ്ട് അതിൻ്റെ പിന്നിലൂടെ രാജ്യവിരുദ്ധ താല്പര്യം കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്ന ആളുകളുടെ ചട്ടുകമാകാൻ ഞങ്ങൾ വിദ്യാർത്ഥികളെ അനുവദിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ നിലപാടായിരുന്നു. ഈ ചർച്ചയിൽ ഒരിടത്തും പ്രതിപക്ഷം എന്ന് പറയുന്ന സംവിധാനത്തെ ഞങ്ങൾ അഡ്രസ്സേ ചെയ്തിട്ടില്ല. അത് അഹങ്കാരം കൊണ്ട് ചെയ്യാത്തതല്ല, പക്ഷെ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു ടൂളായി പ്രതിപക്ഷം മാറിയാൽ നിങ്ങളെയും അവഗണിച്ച് മുന്നോട്ട് പോകാനുള്ള, നിങ്ങളെയും അവരുടെ ഗണത്തിൽ നിർത്താനുള്ള ചങ്കൂറ്റം ഈ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും ഉണ്ട് എന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തതാണ്. ഞങ്ങൾ ഭയന്നത് കുട്ടികളുടെ ഭാവിയെയാണ്. ഞങ്ങൾ ഭയന്നത് ഈ മീഡിയയുടെ പ്രൊപ്പഗണ്ടയൊന്നുമല്ല. ഞങ്ങൾ ഭയന്നത് ഈ രാജ്യവിരുദ്ധ ശക്തികൾ അതിനകത്ത് കയറി അവർ ഈ പറയുന്ന കാര്യങ്ങളെ ഒന്നും അല്ല ഞങ്ങൾ ഭയന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ഓർത്തിട്ടാണ്. നരേന്ദ്രമോദി ഭരണത്തിൽ വികസിതമായൊരു ഭരണത്തെ, നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ജനിച്ച കുട്ടികൾ കാണുന്നു. പക്ഷെ അവർ കരുതുന്നത് ഇതൊക്കെ രാജ്യത്ത് ഓൾറെഡി ഉണ്ട് എന്നാണ്. അല്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ CJP നടത്തിയ സമരവും അതിൻ്റെ വിജയവും നൽകുന്ന രാഷ്ട്രീയ സന്ദേശം എന്ത്? BJPക്ക് വലിയ തോൽവി സംഭവിച്ചു. മോദിയും അമിത്ഷായും അടങ്ങുന്ന വമ്പന്മാർ അണിനിരന്നിട്ടും കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ എങ്ങനെ വീഴ്ച സംഭവിച്ചു പരിശോധിക്കാം. നമ്മോടൊപ്പം ചേരുന്നു BJP നേതാവ്, യുവമോർച്ചയുടെ സംസ്ഥാന വക്താവുമായ S. നന്ദു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നന്ദു, ആദ്യത്തെ ചോദ്യം. നമുക്കറിയാം, BJP വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അജയ്യനായി മോദി നയിക്കുന്നു. അവിടെ പ്രതിപക്ഷത്തെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു കൂട്ടം യുവാക്കൾ തലസ്ഥാനത്തെ അക്ഷരാർത്ഥത്തിൽ പ്രക്ഷുബ്ധമായ സമരവേദിയാക്കിക്കൊണ്ട് മുന്നേറി അവർ വിജയം നേടി. ഇത് നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം എന്താണെന്നാണ് വിലയിരുത്തൽ? കാരണം ഇതൊരു വലിയ തോൽവിയായി തോന്നുന്നില്ലേ BJPക്ക്? അല്ല, ഞങ്ങളുടെ തോൽവിയാണോ വിജയമാണോ എന്നുള്ളതിനപ്പുറത്ത് രാഷ്ട്രത്തിൻ്റേതായിട്ടുള്ള നിലപാടുകളിൽ രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം, അതുപോലെ രാഷ്ട്രത്തിലെ വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങൾ, ഇതിനൊക്കെ എങ്ങനെ മാനിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് തന്നെ രാഷ്ട്രമാദ്യം, രാഷ്ട്രീയം പിന്നീട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രമാദ്യം എന്ന് പറയുന്നത് രാഷ്ട്രത്തിലെ വിദ്യാർത്ഥികൾ, യുവാക്കൾ, അടുത്ത തലമുറ, അവരെ എപ്പോഴും രാഷ്ട്രം ചേർത്ത് പിടിക്കണം എന്നുള്ള നിലപാടാണ് BJPക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനുമുള്ളത്. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ 2014 ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയ ചേഞ്ച്, അത് എല്ലാ മേഖലകളിലും ഉണ്ടാവുമ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ അടിസ്ഥാന തലം മുതൽ അവരെ ഏറ്റവും നൈപുണ്യത്തോടു കൂടി വളർത്തിക്കൊണ്ടുവന്ന് അവർ നാളെ രാജ്യത്തിനും ലോകത്തിനും ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സമൂഹമായി വളർന്നു വരണം എന്നുള്ള നിലപാടോടുകൂടിയാണ് രാജ്യത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ് തുടങ്ങുന്ന ദിവസം മുതൽ ആ പ്രവർത്തനത്തിനാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ യുവാക്കളെ കൺസിഡർ ചെയ്യുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ, യുവാക്കളെ കൺസിഡർ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അവർ സ്വാഭാവികമായും ഇപ്പം നീറ്റ് ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 3-ാം തീയതി എക്സാം കഴിഞ്ഞ് 5-ാം തീയതി തന്നെ ആ വിഷയത്തിൽ ചോദ്യപേപ്പർ ചോർന്നു എന്ന് കണ്ടെത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഈ എക്സാം നടത്തിയിട്ടുള്ള അവർ തന്നെയാണ് അതിനെ കണ്ടെത്തുന്നത്. അവർ അത് കൃത്യമായി നിയമപരമായി ചെയ്യേണ്ട നടപടികളിലേക്ക് പോയി, CBI അന്വേഷണത്തിലേക്ക് പോയി അതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു 10-12 ദിവസത്തിനകത്ത് തന്നെ രാജ്യത്തെ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ നേരിട്ട് വിദ്യാർത്ഥികളോട് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞു, എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു കൃത്യവിലോപമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ്, സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ അല്ലെങ്കിൽ പോലും അത് ഞാൻ ഏറ്റെടുക്കുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഞങ്ങൾ രാജ്യത്തെ ജനങ്ങളോടൊപ്പം, ഞങ്ങൾ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തോടൊപ്പം രാജ്യത്തെ രക്ഷകർതൃ സമൂഹത്തിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഇന്ന് വരെ ഒട്ടേറെ UPAയുടെ ഭരണകാലത്തൊക്കെ ഒട്ടേറെ പേപ്പർ ലീക്കുകൾ നടന്നിട്ടുണ്ട്. ആരെങ്കിലും ഈ പറയുന്നത് പോലെ അഡ്രസ്സ് ചെയ്യാനോ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ അതിൻ്റെ ധാർമ്മിക ബോധം ഏറ്റെടുക്കാനോ ആ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കാനോ ഒരു പ്രതിപക്ഷ കക്ഷി ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ അത്തരം നിലപാടുകൾ എടുത്ത പാർട്ടിയാണ് BJP. അപ്പോൾ സ്വാഭാവികമായും ധർമ്മേന്ദ്ര പ്രധാൻജി അന്ന് സംസാരിക്കുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 2024 ഇതുപോലൊരു പേപ്പർ ലീക്ക് നടക്കുന്നു. അന്ന് തന്നെ ഇസ്രോയുടെ ചെയർമാനായിരുന്ന KS രാധാകൃഷ്ണൻ സാറിനെ കൊണ്ട് അത്തരത്തിൽ ഒരു വലിയ രീതിയിൽ
രീതിയിലുള്ള ഇതിനെ എങ്ങനെ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു കമ്മീഷൻ വയ്ക്കുന്നു. ആ കമ്മീഷൻ 3 സ്റ്റേജുകളിലായി ഇതിനെ, അതായത് പെട്ടെന്ന് നടത്താൻ സാധിക്കില്ല, അപ്പോൾ 3 സ്റ്റേജുകളിലായി ഇത് നടക്കണം എന്ന് പറയുന്നു. അത് കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ ആദ്യത്തെ സ്റ്റേജ് പൂർത്തിയാക്കി എന്ന് കോടതിയെ കൃത്യമായി ഗവൺമെൻറ് തന്നെ അറിയിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേജിൻ്റെ പ്രിപ്പറേറ്ററി വർക്ക് നടക്കുന്നു എന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ സ്വാഭാവികമായി 2024 മുതൽ തന്നെ ഈ പ്രശ്നം ഏറ്റവും നല്ല രീതിയിൽ പരിഹരിച്ച് കുറ്റമറ്റ രീതിയിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട പ്രവർത്തനങ്ങൾക്ക് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് ഈ വിഷയം മുന്നോട്ടേക്ക് വരുമ്പോൾ CJP എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പാർട്ടി ചർച്ചയിലേക്ക് അല്ലെങ്കിൽ സമരത്തിലേക്ക് വരുന്നു. അവർ ആദ്യം വരുമ്പോൾ അവർ ജസ്റ്റിസിനെതിരായിട്ടുള്ള സമരം, ജസ്റ്റിസ് അവരെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൽ തുടക്കം കുറിക്കുന്നത്. പിന്നീട് അത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ആവശ്യത്തിലേക്ക് മാറുന്നു. നീറ്റ് എന്ന് പറയുന്ന വിഷയത്തെ അവർ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. അവിടെയൊക്കെ BJP ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായ മറുപടികളും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ ജൂലൈ 16 മുഴുവൻ വിദ്യാർത്ഥികളുടെയും റീടെസ്റ്റ് കഴിഞ്ഞ് അവരുടെ റിസൾട്ട് വന്ന് അവരെല്ലാം അവരുടെ സ്വപ്നങ്ങളിലേക്ക്, അവരുടെ ആഗ്രഹങ്ങളിലേക്ക് അവർ നടന്നു തുടങ്ങിയതിന് ശേഷമാണ് BJP പൊളിറ്റിക്കലി ഇതിൽ മറുപടി പറഞ്ഞു തുടങ്ങുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഈ പ്രവർത്തനങ്ങൾ കൃത്യമാക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ആദ്യം തന്നെ ആ പ്രവർത്തനം കൃത്യമാക്കിയതിന് ശേഷമാണ് ഇതിനകത്ത് പൊളിറ്റിക്കൽ ഡിസ്കഷൻ ഞങ്ങൾ ഇറങ്ങുന്നത്. അവിടെ പൊളിറ്റിക്കൽ ഡിസ്കഷൻ ഇറങ്ങുമ്പോൾ താങ്കൾ ഞങ്ങളോട് തോറ്റുപോയി എന്നൊരു ഫീൽ ഉണ്ട്. ഞങ്ങൾ തോറ്റാൽ പോലും, ഇനി തോറ്റു എന്ന് നിങ്ങൾ എല്ലാവരും കരുതുമ്പോഴും, ഞങ്ങൾ തോറ്റത് ആരുടെ മുന്നിലാണ്? നാളത്തെ രാജ്യത്തെ ഭാവിയുള്ള യുവാക്കളോടും വിദ്യാർത്ഥികളോടും. അതിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഈഗോയും ഇല്ല. ഞങ്ങൾ വിദ്യാർത്ഥികളോടും ഈ നാട്ടിലെ രക്ഷകർത്താക്കളോടും മുന്നിൽ ഒരു 2 ഇഞ്ച് താഴ്ന്നു പോയി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഈഗോ ഉണ്ടാകുന്ന പാർട്ടിയാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. അത്തരം നിലപാടുകൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ 2014 നരേന്ദ്ര ദാമോദർ ദാസ് മോദി നടന്നു വരുമ്പോൾ നിങ്ങൾ ആദ്യത്തെ മൊമെൻറ്റ്, പാർലമെൻറ്റിലേക്ക് അദ്ദേഹം കയറുന്ന മൊമെൻറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യം ഞങ്ങളോട് ചോദിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം വന്ന് കയറുമ്പോൾ ഒരുപാട് മഹാരഥന്മാർ കയറിപ്പോയ ആ പടവിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ശിരസ്സു നമിച്ചിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ല, പ്രധാന സേവകനാണ്. അപ്പോൾ ഒരു സേവകൻ എന്നുള്ള നിലയിൽ രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയമായ നിലപാട്. അവിടെ BJP എടുത്തിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡ് രാഷ്ട്രീയം രണ്ടാമത് എന്നുള്ളതാണ്. ആ നിലപാടിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ വിഷയത്തിൽ ഒരു ജെനുവിനിറ്റി ഉണ്ട് എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ തീരുമാനത്തിലേക്ക് പോകുന്നത്. പക്ഷേ അതിൻ്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കുവാൻ ഒരല്പം വൈകിപ്പോയോ? തുടക്കത്തിൽ തന്നെ ഇവരുടെയൊക്കെ തന്നെ പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെ പോകുന്നതിന് മുൻപ് അതിന് അവസരം കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താമായിരുന്നില്ലേ? അല്ല, ഞാൻ താങ്കളോട് ഒട്ടേറെ മാധ്യമ ചർച്ചകളിൽ ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ മുൻപാകെ വരുന്നുണ്ട്. അവിടെയൊന്നും ക്ലിയർ കട്ടായിട്ടൊരു ആൻസർ പറയാൻ ആരും തയ്യാറാവാറില്ല. ഞാൻ ചോദിക്കുന്നത്, CJP ഫോം ചെയ്തതിന് ശേഷമാണോ നീറ്റിൻ്റെ റീ എക്സാം നടത്താൻ തീരുമാനിച്ചത്? അല്ല. പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടതിന് ശേഷമാണോ നീറ്റ് എക്സാം റീ എക്സാം നടത്തണം എന്ന് ആഗ്രഹിച്ചത്? അല്ല. പ്രതിപക്ഷ പാർട്ടികളാണോ നീറ്റിൻ്റെ ചോദ്യപേപ്പർ ചോർന്നു എന്ന് ആദ്യം രാജ്യത്തോട് പറഞ്ഞത്? അല്ല. ഈ ഏത് ഏജൻസിയാണോ ഇത് നടത്തിയത്, സർക്കാരിൻ്റെ അതേ ഏജൻസി തന്നെ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒരു നോട്ടക്കുറവുണ്ടായിരിക്കുന്നു, ഇത് ചോർന്നിരിക്കുന്നു. രാജ്യത്തെ കുട്ടികളുടെ ഭാവി എന്നുള്ള നിലയിൽ ഞങ്ങൾ ആ ഉത്തരവാദിത്തം അന്നേ ഏറ്റെടുത്തതാണ്. ഞങ്ങൾ ഇന്നലെ ഈ ഗെയിമിൽ ഇന്നലെ വന്ന CJPയും ഇന്നലെ വന്ന കോൺഗ്രസും നടത്തുന്ന രാഷ്ട്രീയത്തിനല്ല ഞങ്ങൾ മറുപടി പറഞ്ഞത്. ഞങ്ങൾ കേരളത്തിലെയും ഇന്ത്യയിലെയും സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷകർത്താക്കളുടെയും ആകുലതകളെയാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്തത്. ഞങ്ങൾ അന്ന് തന്നെ ആ നിലപാടെടുത്തവരാണ്. ഞാൻ പറഞ്ഞല്ലോ, 10 ദിവസം കഴിയുമ്പോൾ രാജ്യത്തിൻ്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ നേരിട്ട് വന്ന് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാനുള്ള നട്ടെല്ല് രാജ്യത്ത് BJPക്കുണ്ട്. ഞാൻ അപ്പോഴാണ് ചോദിച്ചത്, 2014 മുൻപും പേപ്പർ ലോസുകൾ നടന്നിട്ടുണ്ട്. അന്ന് അതിനെയൊക്കെ ഇതൊക്കെ രാജ്യത്ത് നടക്കുമെന്ന് വാദിച്ച ആളാണ് പ്രിയങ്ക വദ്ര. അവരാണ് വന്നിരുന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ മുന്നിൽ വന്നിരുന്ന് മുദ്രാവാക്യം വിളിച്ചത്. അവരെ പോലെ അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു, ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്നൊരു ലോസ് സംഭവിച്ചിരിക്കുന്നു, ഞങ്ങൾ ആ പ്രവർത്തനത്തിൻ്റെ പ്രിപ്പറേറ്ററി വർക്ക് നടത്തി, ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒരു അനർഹനും ഇതിനകത്ത് കയറി പറ്റരുത് എന്നുള്ളത് ഞങ്ങളുടെ നിലപാടായിരുന്നു. അതുകൊണ്ടാണ് ചോദ്യപേപ്പർ ചോർന്ന ഉടനെ തന്നെ ഞങ്ങൾ എക്സാം നിർത്തലാക്കിയത്. എക്സാം മരവിപ്പിച്ചുകൊണ്ട് പുതിയ എക്സാം നടത്താൻ തീരുമാനിച്ചത്. പുതിയ എക്സാം നടത്താൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾ നോക്കൂ, രാജ്യം എത്രത്തോളം കരുതലോടുകൂടിയാണ് രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തെ, യുവ സമൂഹത്തെ കാണുന്നത്. അതുകൊണ്ടല്ലേ എയർഫോഴ്സിൻ്റെ ലോജിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട്, രാജ്യത്തെ സേനാ വിഭാഗങ്ങളുടെ ലോജിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ മുഴുവൻ പ്രസൻസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറ്റമറ്റ രീതിയിൽ ഈ പരീക്ഷ നടത്താൻ ഞങ്ങൾ മുന്നോട്ട് വന്നത്. ആ പരീക്ഷ നടത്തി അവർ വിജയിച്ച് അവരുടെ റിസൾട്ട് വന്ന് അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ദൗത്യവും അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി
അത് കഴിഞ്ഞിട്ട് പൊളിറ്റിക്കലി എടുക്കേണ്ട ഒരു നിലപാടുണ്ടായിരുന്നു. എന്താണ്? അതായത് ഇത്തരം ആളുകൾക്ക്, ഇത്തരം പേപ്പർ ചോർത്തി കൊടുത്ത് ഈ രാജ്യത്തിൻ്റെ ഭാവി അവതാളത്തിലാക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് വളരെ കൃത്യമായിട്ടുള്ള ശിക്ഷകൾ കിട്ടണം. അപ്പോൾ അതിനുള്ള നിയമ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഇത് ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. അപ്പോഴൊന്നും പ്രതിപക്ഷം ഇവിടെ ഇല്ല. നിങ്ങൾ നീറ്റ്, ഞാൻ താങ്കളോട് ചോദിക്കുന്നു, മെയ് 3-ാം തീയതിയാണ് എക്സാം നടക്കുന്നത്. മെയ് 5-ാം തീയതി ഈ വിഷയത്തിൽ പരാതിയുമായി ഞങ്ങൾ പോകുന്നു. CBI അന്വേഷണം വരുന്നു, പോലീസ് അറസ്റ്റ് ഉണ്ടാവുന്നു. ഈ സമയത്തൊന്നും പ്രതിപക്ഷമോ CJPയോ സമരം തുടങ്ങിയിട്ടില്ല. ഉണ്ടെന്ന് താങ്കൾക്ക് പറയാമോ? ഇല്ല. അപ്പം ഞങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് മുന്നോട്ട് പോയത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റു പറ്റി എന്ന് രാജ്യത്തോട് ഏറ്റുപറഞ്ഞത് ഞങ്ങളാണ്. ഞങ്ങൾ മുട്ടുകുത്തി എന്ന് ചിന്തിക്കുന്നവരല്ലേ യഥാർത്ഥത്തിൽ മുട്ടുകുത്തി നിൽക്കുന്നത്. അവർക്ക് ഈ രാജ്യത്തിൽ ഒരു പ്രസക്തിയുമില്ല എന്ന് അവർ തന്നെയല്ലേ രാജ്യത്തോട് പറയുന്നത്. പിന്നെ ഞങ്ങൾ ഈ സമരം എന്തുകൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്തു? ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ധർമ്മേന്ദ്ര പ്രധാനെ പോലെ ഏറ്റവും ക്ലാരിറ്റി ഉള്ള ഒരു ലീഡറിനെ ഞങ്ങൾ രാജിവെപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ രണ്ടാണ് കാര്യങ്ങൾ. ഒന്ന്, BJPയുടെ ഒരു പ്രവർത്തകനെയും സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രി പദവിയും അലങ്കാരമല്ല. ഏത് പ്രവർത്തനമാണോ ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നത് ആ പ്രവർത്തനം ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് ഇതെല്ലാം അധികാര സ്ഥാനങ്ങളല്ല, മറിച്ച് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് BJPയുടെ പ്രവർത്തകന്മാർ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ അത് രാജിവെച്ചില്ലെങ്കിൽ ഈ സമരം നീട്ടിക്കൊണ്ട് പോകണമെന്നാണ് ഒരു വിഭാഗം ആളുകളുടെ ആവശ്യം. അവരുടെ ആവശ്യം നിങ്ങൾ കരുതുന്നുണ്ടോ? പാർലമെന്റ് മാർച്ച് നടന്നപ്പോൾ അവിടെ ഈ പറയുന്ന 4 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ വയറ്റിലേക്ക് കല്ല് പറക്കി എറിഞ്ഞവർ, അതുപോലെ തന്നെ പെപ്പർ സ്പ്രേ അടിച്ചവർ, അവിടെ വലിയ ലോക്സ് കൊണ്ടുവന്ന് വലിയ തടിക്കഷ്ണങ്ങൾ കൊണ്ടുവന്ന് പോലീസിനെ ഉപദ്രവിച്ചവർ, രാജ്യത്തിൻ്റെ സ്വത്തായിട്ടുള്ള പൊതുമുതലായിട്ടുള്ള ഈ പറയുന്ന സർക്കാർ വണ്ടികളൊക്കെ തല്ലി തകർത്തവർ, അവരെല്ലാം വിദ്യാർത്ഥികളാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അവരെല്ലാം വിദ്യാർത്ഥികളാണോ? ആവശ്യം ജനുവിനാണെങ്കിലും ആ ആവശ്യക്കാർക്കിടയിലേക്ക് ചിലരൊക്കെ ക്ലിയർ. നീറ്റിന്റെ ആവശ്യവുമായി സമരം ചെയ്യുന്ന വേദിയിൽ എന്തിനാണ് ഉമർ ഖാലിദിനെ വിട്ടുതരണം എന്ന് പറഞ്ഞിട്ടുള്ള ബാനർ വരുന്നത്? എന്തിനാണ് അത് മുദ്രാവാക്യമാവുന്നത്? അതുപോലെ ആർട്ടിക്കിൾ 370 പിൻവലിക്കണം എന്ന് എന്തിനാണ് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ വേദിയിൽ അത്തരം സ്ലോഗൻസ് എന്തിനാണ് വരുന്നത്? അപ്പോൾ അവരുടെ ഉദ്ദേശം ക്ലിയർ കട്ടാണ്. അവരുടെ ഉദ്ദേശം ഈ വിദ്യാർത്ഥി സമൂഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്യണം. അതിന് ഇതിൽ നിന്ന് ഒരാളെയെങ്കിലും അവർക്ക് ബലിദാനിയാക്കി കിട്ടിയാൽ അത് വച്ചുകൊണ്ട് രാജ്യത്തൊരു അരക്ഷിതാവസ്ഥയുണ്ടാക്കി നേപ്പാൾ മോഡലിൽ, ശ്രീലങ്ക മോഡലിൽ, അല്ലെങ്കിൽ ബംഗ്ലാദേശ് മോഡലിൽ ഒരു കലാപം ഉണ്ടാക്കി അതിനെ ജൻസി കലാപം എന്ന് പറഞ്ഞ് സൽമാൻ ഖുർഷിദിനെ പോലെയുള്ള ആളുകൾ, ഈ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ ഇതിനെ മുതലെടുത്ത് ഒരു അരാഷ്ട്രീയവാദം കൊണ്ടുവന്ന്, ഒരു അരാജകത്വം കൊണ്ടുവന്ന് അങ്ങനെയെങ്കിലും തനിക്ക് കിട്ടാതെ പോയ പ്രധാനമന്ത്രി പദവിയിലേക്ക് കയറാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ ഈ നാട്ടിലുണ്ടെന്നേ. അപ്പോൾ അത്തരക്കാരെ ഞങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുകയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോട് കൂടി ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞ കുറേയേറെ രാജ്യവിരുദ്ധ പ്രസ്താവനകൾ പ്രക്ഷോഭത്തിനിടയിൽ മുദ്രാവാക്യങ്ങളായി പുറത്തേക്ക് വരുന്നു. അതൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ തന്നെ അത് എവിടെ നടന്നു, അതൊക്കെ തന്നെ വാസ്തവവിരുദ്ധമാണ്, AI ആണ്, മുൻപെന്നോ നടന്നതാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അവതാരകരൊക്കെ തന്നെ ചോദ്യമായി ചർച്ചയിൽ ചോദിക്കുകയും ചെയ്യുന്നു. അല്ല, ഞാനിപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. അതായത് ഞാൻ മനസ്സിലാക്കുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ കല്ല്, അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വീണ കല്ലുമായിട്ട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ സമ്മതിച്ചവരുണ്ടോ? റിപ്പോർട്ടർ ചാനലിൻ്റെ അവർ ലൈവ് പോയത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് റിപ്പോർട്ടായി. അദ്ദേഹത്തിന് പരിക്ക് പറ്റി ആശുപത്രിയിലായി. ഈ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ പരിക്ക് പറ്റി ആശുപത്രിയിലായി. ഏതെങ്കിലും ഒരു മാധ്യമം അത് പറഞ്ഞോ? ഏതെങ്കിലും ഒരു മാധ്യമം? ഒന്നുമില്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു സമരം നടക്കുന്നതിനിടയ്ക്ക് ഒരു വെള്ളം ജലപീരങ്കി അറിയാതെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരൊക്കെ എന്തോരം വായിട്ടലയ്ക്കും. എന്തുകൊണ്ടാണ് കൂട്ടത്തിലുള്ള ഒരാളുടെ തല പൊട്ടിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്തത്? അപ്പോൾ അവരെല്ലാം പെയ്ഡാണ്, പലരും പെയ്ഡാണ്. പല ആളുകൾ ഇവിടെ നിന്നുള്ള ഇൻഫ്ലുവൻസേഴ്സ് പലരും പോയി. ആ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പല ആളുകളും ഇന്ന് തിരിച്ച് ഞങ്ങൾ ഇന്നലെ പറഞ്ഞത് ഘടകവിരുദ്ധമായി എന്ന് പറയുന്നവരുണ്ട്. ഇന്ന് പലരും മാപ്പപേക്ഷ നടത്തുന്നവരുണ്ട്. കാരണം അവർക്കെല്ലാവർക്കും സംഭവിച്ചിരിക്കുന്നത് അവരെല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പക്ഷത്തേക്ക് മാറി നിന്നു. പക്ഷേ ഇതിനകത്ത് ഞങ്ങൾ വളരെ ക്ലിയറാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുവാക്കളെയും ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെയും ഷീൽഡാക്കി നിർത്തിക്കൊണ്ട് അതിൻ്റെ പിന്നിലൂടെ രാജ്യവിരുദ്ധ താല്പര്യം കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്ന ആളുകളുടെ ചട്ടുകമാകാൻ ഞങ്ങൾ വിദ്യാർത്ഥികളെ അനുവദിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ നിലപാടായിരുന്നു. അവരുടെ ഇടയിലേക്ക് ഇവർ നുഴഞ്ഞു കയറി എന്ന് ബോധ്യപ്പെട്ട ദിവസമാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ സീരിയസ് ആയി ഈ വിഷയം സെറ്റിൽ ചെയ്യാൻ ഇറങ്ങിയത്. ആദ്യം എന്തായിരുന്നു പ്രശ്നം? ഞങ്ങൾ സംസാരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാവരും കൂടി പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്തായി? സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ പ്രശ്നം ഈ പ്രശ്നം സെറ്റിലാവരുത് എന്നുള്ളതായി. ഇതിനിടയ്ക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനിടയ്ക്ക് കൊണ്ടുവന്നു. ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ കൊണ്ടുവരുന്നു. എന്തിനാ? ഏത് സോഴ്സിൽ നിന്നാണ് അവർക്ക് ആ വാർത്ത കിട്ടിയത്? അപ്പോൾ ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ പ്രൊവോക്ക് ചെയ്യണം.
അവർ പ്രൊവോക്ക് ചെയ്യപ്പെട്ട് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കില്ല, ധർമ്മേന്ദ്ര പ്രധാനെ സ്ഥാനമാറ്റം മാത്രം എന്ന് പറഞ്ഞപ്പോഴാണ് ഡൽഹിയിൽ ഇന്നലെ ഈ സമരം തീരുന്നതിന് തൊട്ട് മുൻപ് പോലീസുമായിട്ട് അക്രമം ഉണ്ടായത്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്? വളരെ പോയിന്റഡ് ആണ്. അത് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു അക്രമ സമരമായി ഈ സമരത്തെ ഡൈവേർട്ട് ചെയ്യണം. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയെങ്കിലും, ഞാൻ ആ വേർഡ് ഞാൻ നിങ്ങളോട് തീർത്തു പറയുന്നത്, നിങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ നാഷണൽ മാധ്യമങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ JNUവിലെ വിദ്യാർത്ഥി സമരങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് അവർ പറയുന്നുണ്ട്, ഒരു ഷഹീദിനെ കിട്ടിയാൽ നാളെ മോദിയുടെ ഭരണത്തെ തകർക്കാം. അപ്പം ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, ആ പരിശ്രമം നമ്മൾ അനുവദിക്കാമോ? നമ്മൾ രാജ്യത്ത് ഒരു മന്ത്രി രാജിവെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ കുറച്ച് ദിവസം മോഡി വിറച്ചു മുട്ടിടിച്ചു എന്നൊക്കെ ചില മാധ്യമങ്ങൾ എഴുതുമായിരിക്കും. പക്ഷേ അതിനേക്കാൾ വലുതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രത്തിൻ്റെ അടുത്ത തലമുറ. അവരെ ഒരു നിയമക്കുരുക്കിൽ ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്കത്ത് താങ്കൾ വായിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ കൃത്യമായിട്ട് അതിനകത്ത് മനസ്സിലാണ്. അതിൻ്റെ അവസാനത്തെ പാരഗ്രാഫ്, അവസാനത്തിന് തൊട്ട് മുന്നത്തെ പാരഗ്രാഫിൽ അദ്ദേഹം കൃത്യമായി എഴുതി, എൻ്റെ രാജി അത് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ അവർ സമരം ചെയ്യാതിരിക്കാനാണ്. എൻ്റെ രാജി ഈ നാട്ടിലെ യുവാക്കൾ സമരം ചെയ്യാതിരിക്കാനാണ്. അവരുടെ ഗോളുകൾ തേടിപ്പോട്ടെ, അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് അവർ പോട്ടെ. അവരെ ഷീൽഡാക്കി നിർത്തി രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നവർക്കെതിരെയാണ് എൻ്റെ ഈ രാജി എന്ന് അദ്ദേഹം കൃത്യമായി പറയുമല്ലേ. പക്ഷേ ഒരു വിഷയം നമുക്ക് ഇവിടെ മുന്നിലേക്ക് വരികയാണ്. ഓക്കെ, ജനുവിനായ ഒരു ഇഷ്യൂ അതിനകത്തുണ്ടായിരുന്നു, മന്ത്രി രാജിവെച്ചു, അത് സോൾവ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു. പക്ഷേ ഈ രീതിയിലൊന്നും അല്ല ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ മാധ്യമങ്ങൾ, അത് കേരളത്തിൽ പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ, അത് ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ, ചില യൂട്യൂബ് ചാനലുകൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ശക്തമായ ആക്രമണം BJPക്കെതിരെ നടത്തി. ഈ ഒരു വിഷയത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾ കടന്നുകൂടിയിട്ടുണ്ട്, അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അവരുടെ പലതരത്തിലുള്ള സ്വാധീനം, അത് ഏതെങ്കിലും ഒന്നല്ല പലതരത്തിലുള്ള സ്വാധീനമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സൈബർ ആക്രമണം നടത്തുക, ഇത്തരത്തിലൊരു സംഭവം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ജെൻസി നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ഒരു പൊളിറ്റിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സർക്കാരിനെ, അത് പൊളിറ്റിക്കൽ സക്സസ് ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് സക്സസ് ആണ്, സാമ്പത്തിക സക്സസ്സായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ. അതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ, അതിനെ തകർത്തിടുവാൻ ഇത്തരത്തിലുള്ള ജെൻസി പ്രക്ഷോഭങ്ങൾക്ക് സാധിക്കും എന്ന ഒരു മെസ്സേജ് അതിൽ നിന്നും വരുന്നുണ്ടോ? അതിനൊപ്പം മീഡിയാസും മറ്റ് രാഷ്ട്രീയ കക്ഷികളുമൊക്കെ ചേർന്ന് നിന്നാൽ ഒരു ഭരണകൂടത്തെ മറിച്ചിടാം എന്ന ഒരു സന്ദേശം അതിൽ നിന്നും വരുന്നുണ്ടോ? അങ്ങനെ ഒരു സന്ദേശത്തിനെ അല്ല. ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഒരു കോസിന് വേണ്ടിയിട്ട് കുറച്ച് കുട്ടികൾ സമരം ചെയ്തു. ആ സമരം ന്യായമാണ് എന്ന് അവർ സമരം ചെയ്യുന്നതിന് മുൻപ് തന്നെ പറഞ്ഞവരാണ് ഞങ്ങൾ. അവർ സമരം ചെയ്തിട്ട് പറഞ്ഞതല്ല, അതിന് മുൻപ് തന്നെ പറഞ്ഞവരാണ് ഞങ്ങൾ. പക്ഷേ ആ സമരത്തിലേക്ക് താങ്കൾ ഈ പറഞ്ഞവർ, ഞങ്ങൾ ഭയന്നത് കുട്ടികളുടെ ഭാവിയെയാണ്. ഞങ്ങൾ ഭയന്നത് ഈ മീഡിയയുടെ പ്രൊപ്പഗണ്ടയൊന്നുമല്ല. ഞങ്ങൾ ഭയന്നത് ഈ രാജ്യവിരുദ്ധ ശക്തികൾ അതിനകത്ത് കയറി അവർ ഈ പറയുന്ന കാര്യങ്ങളെയൊന്നും അല്ല ഞങ്ങൾ ഭയന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ഓർത്തിട്ടാണ്. ഞങ്ങൾ ഭയന്നത് ഈ വിദ്യാർത്ഥികളെ ടൂളാക്കി നിർത്തി അവരിൽ ഒരാൾക്ക് പോലും, ഈ ഒരു വിദ്യാർത്ഥിക്ക് പോലും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നുള്ളത് ഞങ്ങളുടെ കൺസേൺ ആണ്. അത് ചിലപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഉണ്ടായി കാണില്ല, അത് ചിലപ്പോൾ രാജ്യത്തെ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവില്ല, അത് ചിലപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുള്ള പല MP-മാർക്കും അത് ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തെറിവിളിക്കുന്നത് ഞങ്ങളെയാണെങ്കിലും അവർ കല്ലെറിയുന്നത് ഞങ്ങളെയാണെങ്കിലും അതിനെല്ലാം അപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രത്തിൻ്റെ സ്വത്താണ് ഇവരെ തെരുവിൽ ഇട്ട് കൊടുക്കാൻ സാധിക്കില്ല. ഈ പറയുന്ന ആളുകളുടെ അവരുടെ തമ്മനയിൽ ഇരുന്നു കൊണ്ട് അവർ കളിപ്പിക്കുന്ന പാവകളാക്കി ഈ കുട്ടികളെ ഇട്ട് കൊടുക്കാൻ സാധിക്കില്ലെന്നേ. അതുകൊണ്ട് ഇനി എന്ത് തന്നെ സഹിക്കേണ്ടി വന്നാലും ശരി, ആ വിഷയത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റെബിലിറ്റി ആയിട്ടുള്ളൊരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടിൻ്റെ ഭാഗമാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നു എന്നുള്ള നിലപാടെടുക്കുമ്പോൾ പാർട്ടി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടെടുക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ സ്വയമേ രാജിവെച്ചതാണ്. ധർമ്മേന്ദ്ര പ്രധാന് താല്പര്യം ഉണ്ടായിരുന്നു രാജിവെക്കാൻ. അദ്ദേഹം തന്നെ അതിനകത്ത് തന്നെ ആ കത്തിൽ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, 10 ദിവസമായി ഞാൻ മാനസികമായി സംഘർഷം അനുഭവിക്കുന്നുണ്ട്, ഞാൻ ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല, ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം രാജിക്കത്ത് എഴുതുന്നത്. ആ രാജിക്കത്ത് വയ്ക്കുമ്പോൾ നമ്മൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്ക് കൊടുത്തൊരു മെസ്സേജ് ഉണ്ട്. ഈ സർക്കാർ നിങ്ങളെ കൺസിഡർ ചെയ്യുന്ന സർക്കാരാണ്, രാജ്യത്തെ ജനങ്ങളെ കൺസിഡർ ചെയ്യുന്ന സർക്കാരാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ഒരാളെയും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കൂ, ഈ ചർച്ചയിൽ ഒരിടത്തും പ്രതിപക്ഷം എന്ന് പറയുന്ന സംവിധാനത്തെ ഞങ്ങൾ അഡ്രസ്സേ ചെയ്തിട്ടില്ല. അത് അഹങ്കാരം കൊണ്ട് ചെയ്യാത്തതല്ല, പക്ഷെ രാജ്യത്തിനെതിരായിട്ടുള്ളൊരു ടൂളായി പ്രതിപക്ഷം മാറിയാൽ നിങ്ങളെയും അവഗണിച്ച് മുന്നോട്ട് പോകാനുള്ള, നിങ്ങളെയും അവരുടെ ഗണത്തിൽ നിർത്താനുള്ള ചങ്കൂറ്റം ഈ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും ഉണ്ട് എന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തതാണ്. അതവർക്ക് മനസ്സിലായിട്ടില്ല. കാരണം അത്രയും ബുദ്ധി അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർ പല കാര്യങ്ങളും ഇതിനു മുന്നേ പഠിക്കുമായിരുന്നു. അവർ പഠിച്ചില്ല. പക്ഷേ ഇതിനകത്തുള്ള താങ്കൾ ചോദിച്ചൊരു പ്രശ്നം, നാളെ ആർക്കും ഈ ഇത്തരം സമരങ്ങളെ വിജയിപ്പിക്കാൻ മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ സാധിക്കില്ലേ എന്നുള്ള, സ്വാഭാവികമായി അതൊരു ആശങ്ക തന്നെയാണ്. അത്തരം ആശങ്കകൾ വളരെ കാര്യമായി
കൃത്യമായി ജനങ്ങളെ അണിനിരത്തി ജനങ്ങൾക്കിടയിലേക്ക് ബോധവൽക്കരണം കൊണ്ടുവന്ന് അതിനെ മാറ്റാനുള്ള പരിശ്രമം സ്വാഭാവികമായും പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ശ്രമിക്കും. പക്ഷേ അത് എത്രത്തോളം സാധിക്കുന്നുണ്ട്? കാരണം 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുൻപും അതിനുശേഷവും ഈ വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം തന്നെ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ BJP എന്നുള്ള പാർട്ടിക്ക് പ്രാദേശിക അടിസ്ഥാനത്തിൽ, അതായത് സംസ്ഥാന അടിസ്ഥാനത്തിൽ സാധിക്കുന്നുണ്ട്. കാരണം അതിനു മുൻപ് ഉണ്ടായിരുന്ന മെഡിക്കൽ സീറ്റുകളുടെ എണ്ണത്തിൽ 3 ഇരട്ടി വർധനവുണ്ടായി ഈ 12 വർഷം കൊണ്ട്. അതിനു മുൻപ് ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജുകളുടെ എണ്ണത്തിൽ 3 ഇരട്ടി വർധനവുണ്ടായി. അതിനു മുൻപുണ്ടായിരുന്ന PG സീറ്റുകളുടെ എണ്ണത്തിൽ 3 ഇരട്ടി വർധനവുണ്ടായി. അതിനു മുൻപുണ്ടായിരുന്ന എയിംസുകളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായി. ഈ മാറ്റങ്ങൾ വന്നിട്ട് പോലും അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുവാൻ എത്രത്തോളം സാധിക്കുന്നു BJP എന്നുള്ളതാണ്. IIT-കൾ, IIM-കൾ ഒക്കെ ഇരട്ടിയിലധികം വളർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് ജനങ്ങൾക്കിടയിൽ എത്തിയില്ലേ എന്ന് ചോദിച്ചാൽ എത്തി. ഒരു ക്ലാസ്സിലേക്ക് കൃത്യമായി ഇതെത്തി. ഒരു ക്ലാസ് എന്ന് ഞാൻ പറയുമ്പോൾ ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് ഇത് കൃത്യമായി എത്തി. കാരണം അവർ 2014 മുൻപുള്ള ഭാരതത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഇന്ന് 19 വയസ്സുള്ള ആൾക്ക് 2014 എത്രയാണ് ഏജ്? അതാണ് പ്രശ്നം. 2014 മുൻപ് ഈ രാഷ്ട്രം അനുഭവിച്ച അഴിമതി, അതുപോലെ തന്നെ സ്വജനപക്ഷപാതം, അനധികൃത വന്ധീകരണം ഉൾപ്പെടെയുള്ള കണ്ട ഒരു തലമുറയുണ്ട്, അല്ലെങ്കിൽ അതിനെ കേട്ടറിഞ്ഞൊരു തലമുറയുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് കൃത്യമായി നരേന്ദ്രമോദി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഡിഫറൻസ് എന്താണ്, ഈ മോദിജി സർക്കാരിൻ്റെ എന്താണ് മോദിജി സർക്കാർ ഇവിടെ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യം എന്നുള്ളത് ആ ഏജ് ഗ്രൂപ്പിന് കൃത്യമായി കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ താങ്കൾ ഈ പറയുന്ന ജെൻസി വിഭാഗം എന്ന് പറയുന്ന അത് 2014 നരേന്ദ്രമോദിജി രാജ്യത്ത് അധികാരത്തിലേക്ക് വരുമ്പോൾ ഒരു 3 വയസ്സോ 5 വയസ്സിനോ ഒക്കെ താഴെ പ്രായമുള്ള കുട്ടികളാണ് ഇന്നത്തെ ജെൻസി വിഭാഗത്തിൽ വരുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ 2014 മുൻപുള്ള ഭാരതത്തെ കണ്ടിട്ടില്ല. ആ ഭാരതം എത്രത്തോളം അവഗണിക്കപ്പെട്ടിരുന്നു. നമ്മുടെ രാഷ്ട്രപതി പോലും മറ്റൊരു രാഷ്ട്രത്ത് ചെല്ലുമ്പോൾ അവഗണിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം എന്താണ് എന്ന് അവർ അറിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലെ സൈനികരുടെ ശിരസ് ഛേദിച്ചുകൊണ്ട് പോകുമ്പോൾ അവരെ ന്യായീകരിക്കുന്ന പാർലമെന്റിലെ രാജ്യരക്ഷാ മന്ത്രിമാരെ അവർ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അവരുടെ കുഴപ്പമല്ല അത്. അവർ വരുമ്പോൾ കാണുന്നത് വികസിതമായൊരു ഭാരതത്തെക്കുറിച്ചാണ്. നരേന്ദ്രമോദി ഭരണത്തിൽ വികസിതമായൊരു ഭരണത്തെ, നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ജൻസി കുട്ടികൾ കാണുന്നു. പക്ഷെ അവർ കരുതുന്നത് ഇതൊക്കെ രാജ്യത്ത് ഓൾറെഡി ഉണ്ട് എന്നാണ്. അല്ല, 2014 ശേഷം സംഭവിച്ചതാണ് എന്ന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ എന്തോ നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് ഞാൻ അതിനെ ഒരു വിമർശന ബുദ്ധിയാൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ വിമർശന ബുദ്ധിയാൽ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഒരു കാര്യം താങ്കളും ഞാനും മറന്നു പോകാൻ പാടില്ല. ഈ രാജ്യത്ത് ജനിച്ച ഓരോ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ജനിച്ച ഓരോ കുഞ്ഞുങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനെന്താ പറയുക, ഹെറിറ്ററി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെതായ ചില ഗുണങ്ങൾ അവർക്ക് ഉണ്ടാവും. അവർ ഇത് തിരിച്ചറിയാതെ ഒന്നും പോകാൻ വേണ്ടി പോകുന്നില്ല. അവരെ നമ്മൾ കൃത്യമായി ഈ വിഷയത്തിൽ അവരെ പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ അവർക്കുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ പഠിക്കുന്ന കാലത്ത്, അവരുടെയൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പണ്ടുണ്ടായിരുന്ന ചില വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള കരിക്കുലമൊക്കെയാണ് അവർ പഠിച്ചത്. അവർ മുഗളന്മാരുടെ യുദ്ധമൊക്കെയാണ് പഠിച്ചു വന്നത്. അപ്പം ഒരു ചേഞ്ച് അവരിലേക്ക് വന്നില്ല. അടുത്ത തലമുറയ്ക്ക് അങ്ങനെ ആയിരിക്കില്ല. അടുത്ത തലമുറ ഈ നാടിൻ്റെ പ്രാദേശികമായിട്ടുള്ള ഈ നാടിൻ്റെ പാരമ്പര്യം ഉൾപ്പെടെ പഠിച്ച് ഭാഷാപരമായിട്ടുള്ള വൈവിധ്യം പഠിച്ച് അങ്ങനെ ഒട്ടേറെ കരിക്കുലത്തിൻ്റെതായ ഒരുപാട് മാറ്റങ്ങൾ കൂടി പഠിച്ചുകൊണ്ടായിരിക്കും അടുത്ത തലമുറ വളർന്നു വരുന്നത്. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന ജെൻസി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടും. അവർക്ക് കൃത്യമായി രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് വന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ BJP എന്നുള്ള നിലയിൽ, രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ BJPയും അതുപോലെ സർക്കാർ എന്നുള്ള നിലയിൽ രാജ്യത്തെ സർക്കാരും തയ്യാറാകും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി, അതായത് ഇതിപ്പോൾ വളരെ രസകരമായ ഒരു പാഠം, അത് ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ വലിയൊരു ജാള്യതയുണ്ട്. ഒരു ജെന്യൂനായിട്ടുള്ളൊരു വിഷയം ഉയർത്തിക്കാട്ടി അതൊരു പ്രക്ഷോഭത്തിലൂടെ പരിഹരിക്കുവാൻ, അല്ലെങ്കിൽ സർക്കാരിന് നടപടി സ്വീകരിക്കുന്ന ചർച്ചകളിലേക്ക് മറ്റുമൊക്കെ തന്നെ പോകുവാൻ യുവാക്കൾക്ക് സാധിച്ചു, ഒരു കൂട്ടായ്മയ്ക്ക് സാധിച്ചു. പക്ഷേ പ്രതിപക്ഷം അവിടെ നിഷ്പ്രഭരായി പോയി എന്നൊരു സംഭവമുണ്ട്. അവരിപ്പോൾ പട്ടിക നിരത്തുകയാണ്, ഇനിയിപ്പോൾ ഞങ്ങൾ ഈ ഒരു വിഷയം ശക്തമായി ഉന്നയിച്ചുകൊണ്ട് രംഗത്തിറങ്ങും എന്നോ. അല്ല, രാജ്യത്തിൻ്റെ പ്രതിപക്ഷം എന്ന് പറയുന്ന വാക്ക് തന്നെ സത്യത്തിൽ രാജ്യത്തുണ്ടോ എന്ന് സംശയിക്കുന്ന നിലയിലാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. നമ്മൾ വേറെ ആരെയും ഇതിനകത്ത് ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെയും ഇത് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കൂ, രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവേണ്ട സമയത്ത് രാജ്യത്ത് പ്രതിപക്ഷ നേതാവ് ഉണ്ടോ? ഒരു ചോദ്യമല്ലേ. അതുപോലെ തന്നെ അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞ് വന്ന് ഇന്ന് അഴിമതി വിരുദ്ധ സമരങ്ങളുടെ പോരാട്ട നായകനാവാൻ ശ്രമിച്ച ആളുകളൊക്കെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഈ രാജ്യത്ത് നിന്ന് അസ്തമിച്ചു പോകുന്ന സാഹചര്യം. ഇന്ന് ഇടതുപക്ഷം അവിടെ സമരത്തിന് ഐക്യദാർഢ്യപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇന്നും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ആ വിദ്യാർത്ഥികൾ വന്നിരുന്ന് മണ്ണ് വാരി തിന്നാൻ കാരണക്കാരൻ ആരാ? പിണറായി വിജയനല്ലേ, ഇടതുപക്ഷമല്ലേ? 10 വർഷക്കാലം കൊണ്ട് ഈ PSC എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പൊളിച്ചടുക്കി പാർട്ടി സർവീസ് കമ്മീഷനാക്കി മാറ്റിയില്ലേ? ആ പാർട്ടി സർവീസ് കമ്മീഷൻ്റെ ഭാഗമായിട്ടല്ലേ ഈ ചോദ്യപേപ്പറുകൾ
ആളുകൾ ഇന്നും ഈ പറയുന്ന PSC അകത്ത് നിന്ന് ചോർന്നു പോകുന്നത്? ആ കേസിൽ ഒരു അന്വേഷണം നടത്താൻ ആരെങ്കിലും തയ്യാറാവുന്നുണ്ടോ? ഇനി അതെല്ലാം പോട്ടെ, DYFI വലിയ പ്രഖ്യാപനം നടത്തി യുവാക്കൾക്ക് വേണ്ടി ഡൽഹിയിലേക്ക് ഇവിടുന്ന് ട്രെയിനിലൊക്കെ ആളെ കയറ്റി വിട്ടല്ലോ. അവരെന്തുകൊണ്ടാണ് കേരള PSC അകത്ത് ഒരു ചോദ്യപേപ്പർ ചോർന്നിട്ട് ഒരു കൊടിയും കെട്ടി 4 പേര് സമരം ചെയ്യാത്തത് എന്താ? അത് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ യുവാക്കൾ തിരുവനന്തപുരത്തിന്റെ തെരുവീതികളിൽ മുട്ടിലഴഞ്ഞില്ലേ? അതുപോലെ മുടിമുറിച്ചില്ലേ പെൺകുട്ടികൾ വന്നിരുന്നിട്ട്? അവർ മണ്ണുവാരി തിന്നില്ലേ, പുല്ലുവാരി തിന്നില്ലേ? അവർ കരഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ കിട്ടിയ അഡ്വൈസ് മെമ്മോ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വെച്ച് കത്തിച്ച് കളഞ്ഞിട്ട്, സാറേ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ജീവിതകാലം മുഴുവൻ വ്രതമെടുത്തിരുന്ന് പഠിച്ചത്, എന്നിട്ടും ഞങ്ങൾ ഇങ്ങനെ അപമാനപ്പെട്ടു എന്ന് പറഞ്ഞ ആ പെൺകുട്ടികൾ പറഞ്ഞുകൊണ്ട് പോയത് താങ്കളുടെയും എൻ്റെ മനസ്സിലൊക്കെ ഉണ്ടാവും, മനുഷ്യത്വമുള്ളവൻ്റെ മനസ്സിലുണ്ടാവും. അനുവിനെ പോലെയുള്ള നിരവധിയായിട്ടുള്ള PSC രക്തസാക്ഷികൾ ഈ കേരളത്തിൽ ഉണ്ടായത് കഴിഞ്ഞ 10 വർഷം കൊണ്ടല്ലേ? അപ്പോൾ ആ 10 വർഷക്കാലം കേരളത്തിലെ യുവാക്കളെ അവഗണിച്ച് കേരളത്തിലെ യുവാക്കളെ തെരുവിൽ നിർത്തിയ ഒരു പാർട്ടി ഇന്ന് ഡൽഹിയിൽ പോയിട്ട് ഞങ്ങളോട് യുവജന സ്നേഹമൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ സാഹചര്യം താങ്കൾ മനസ്സിലാക്കും. അപ്പോൾ ഇവർക്കൊന്നും ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടിക്കും ഒരു റോളും ഇല്ല എന്നും നിങ്ങളെ ഒന്നും കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നും നിങ്ങളൊരു പ്രതിപക്ഷമായി പോലും ഇന്ത്യയിലെ യുവാക്കൾ കാണുന്നില്ല എന്നുള്ളതാണ് ഈ പ്രക്ഷോഭത്തിന്റെ ഏറ്റവും വലിയ ഔട്ട്കമായി ഞാൻ കാണുന്നത്. ഒരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഔട്ട്കമായി ഞാൻ കാണുന്നത് ഇവരെ ഒന്നും പ്രതിപക്ഷ പാർട്ടികളായിട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടോ അവർ കാണുന്നില്ല. അവരാകെ കാണുന്ന രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയും അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് സംവദിക്കാൻ ഒരു ഇടമുണ്ട്. ആ പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്നും ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറായാൽ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് രാജ്യത്തെ സർക്കാർ ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഈ ഒരു വിഷയത്തിൽ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ കാണുന്ന ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം. ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയ പരാജയം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തന്നെ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയാണ്, കുട്ടികൾക്ക് വേണ്ടിയാണ്, അതിനെ ആ രീതിയിൽ എടുത്ത് മുന്നോട്ട് പോകുവാൻ തങ്ങൾ തയ്യാറാണെന്ന് BJP ആവർത്തിക്കുകയാണ്. ഒപ്പം തന്നെ കുട്ടികളുടെ ഭാവിയെ കരുതി ഇനിയൊരു നീറ്റ് പരീക്ഷ ക്രമക്കേടോ ചോർച്ചയോ ഉണ്ടാകാത്ത വിധത്തിലുള്ള തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളും ഒക്കെ തന്നെ നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നും BJP ഇവിടെ ആവർത്തിക്കുകയാണ്. പക്ഷേ മറുവശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൽ യാഥാർത്ഥ്യമുണ്ട്. അതായത് പ്രതിപക്ഷത്തിന് ഇവിടെ വലിയ രാഷ്ട്രീയ പരാജയം സംഭവിച്ചിരിക്കുന്നു. അവരുടെ മുഖമാണ് നഷ്ടമായിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ വിഷയത്തിൻ്റെ ജെന്യൂനിറ്റി ആദ്യം മനസ്സിലാക്കി പരിഹാരം തേടി പ്രതിഷേധവുമായി അല്ലെങ്കിൽ സമരവുമായി രംഗത്തിറങ്ങേണ്ടിയിരുന്നവരായിരുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസും മറ്റ് ഇടത് പാർട്ടികളും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. പക്ഷേ അവർ ഇവിടെ എന്താണ് ചെയ്തത്? CJPയുടെ സമരത്തിൽ, യുവാക്കളുടെ സമരത്തിൽ അണിചേരേണ്ടി വന്നു ഗത്യന്തരമില്ലാതെ എന്നുള്ളതാണ്. എന്തായാലും ഇത് ഏറ്റവും വലിയ ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരിക്കുന്നത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കാണ്. ഒരു ഗുണപാഠം അവർക്ക് ഇതിൽ നിന്ന് ലഭിച്ചു എന്ന് തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ഒട്ടേറെ ലിസ്റ്റുകൾ തയ്യാറാക്കിയിരിക്കുകയാണ് ഇനി പ്രക്ഷോഭം നടത്തേണ്ടതിൻ്റെ. കാരണം മറ്റ് യുവാക്കളുടെ പ്രസ്ഥാനങ്ങൾ അണിനിരക്കുന്നതിന് മുൻപ് തങ്ങൾ ഇവിടെ ചാടി ഇറങ്ങേണ്ടതുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും കാത്തിരുന്ന് കാണാം ഇനി അങ്ങോട്ട് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ യുദ്ധത്തിനായിരിക്കും പ്രതിപക്ഷം പോകുന്നത്, കേന്ദ്ര സർക്കാരിനെതിരെ ഏത് തരത്തിലുള്ള ആയുധങ്ങളൊക്കെ തന്നെ അവർ പ്രയോഗിക്കും എന്ന്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ജെൻസികൾ വളരെ ഊർജ്ജസ്വലരാണ്. അവർ രാജ്യത്തിനു വേണ്ടി, അടുത്ത തലമുറയ്ക്ക് വേണ്ടി പോലും പ്രതിഷേധവുമായി രംഗത്തിറങ്ങും. പക്ഷേ അതിനെ ഹൈജാക്ക് ചെയ്യുവാൻ തയ്യാറായി രാഷ്ട്രവിരുദ്ധ ശക്തികൾ അകത്തും പുറത്തുമുണ്ട്. അതിനെതിരെ ജാഗ്രത പാലിക്കണം രാജ്യം ഒന്നടക്കം. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.